ഹായ് ഫ്രണ്ട്സ്, അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ് നടക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് പറയുന്നത് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ബാലൻസ് നമ്മൾ നിർത്തിയ ത്രെഡ് ഇടുന്ന ഭാഗത്തിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ മെഷീനും എല്ലാം പരിചയപ്പെടുത്തിയ അതിൻ്റെ ബാലൻസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ പൂർണ്ണമായും സഹകരണത്തോടു കൂടി കാണണം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ത്രെഡ് കോർക്കുന്നത്, മെഷീനിലേക്ക് ത്രെഡ് കോർക്കുന്ന വിധമാണ് കാണിക്കുന്നത്. അപ്പം ഈ മെഷീനിൽ നമ്മൾ നീഡിൽ ഊരി അത് ഫിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ നീഡിൽ ഒടിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ നീഡിലുണ്ടല്ലോ അത് ഇവിടെ വെച്ച് ഒടിയും. ചിലപ്പം കട്ടിയുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും തയ്ക്കുമ്പോഴൊക്കെ നീഡിൽ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഈ നീഡിൽ പതുക്കെ ഊരിയെടുക്കാൻ സാധിക്കും. കണ്ടോ, ഈ നീഡിലിനെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈൻ കാണാം, സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കാണാം. ഈ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന വശം നമ്മൾ നേരെ തിരിച്ചിട്ട് നമ്മുടെ ലെഫ്റ്റ് കൈയുടെ സൈഡിലേക്ക് തിരിച്ച് പിടിക്കണം. എന്നിട്ട് നമ്മൾ ആ നീഡിൽ അതിൻ്റെ പോയിൻ്റ് പോകുന്ന അത്രയും ഫുള്ള് കയറ്റി വിടണം, ഇതിൻ്റെ എൻഡ് വരെ. അത് സ്ട്രെയിറ്റ് ആയിരിക്കണം, ലൈന് സ്ട്രെയിറ്റ് ആയിരിക്കണം. ലെഫ്റ്റ് ഈ വിരൽ വെച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ഇരിക്കുകയും വേണം. എന്നിട്ട് ഈ സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ, ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തിരിക്കണം. തിരിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ടൈറ്റ് ആയിക്കോളും. അതേസമയം നമ്മൾ നീഡിൽ തിരിക്കാനോ ഇങ്ങോട്ട് വളയ്ക്കാനോ ഒന്നും പാടില്ല. ലൈൻ കറക്റ്റായ പോർഷനിൽ ഈ സൈഡിൽ തന്നെ കാണണം. ഈ സൈഡിലേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല, റൈറ്റിലോട്ട് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ നീഡിൽ ത്രെഡ് ഇടുമ്പോൾ നമ്മൾക്ക് ത്രെഡ് കട്ടാകും, പിന്നെ സ്റ്റിച്ച് വീഴത്തില്ല, അങ്ങനെയൊക്കെ ഓരോ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നീഡിലിടേണ്ട മെയിൻ ആയിട്ട് നമ്മൾ നീഡിലിടേണ്ട രീതി എപ്പോഴും ഒരു ടൈലറായിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം ബോബിൻ കേസ് എടുക്കുക. ഇതാണ് ബോബിൻ കേസ്, ഇന്നലെ കാണിച്ചു തന്നല്ലോ. ബോബിൻ കേസ് എടുത്തു, അതിൽ ത്രെഡ് ഇട്ടിട്ട് ഈ ത്രെഡ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ലൈനുണ്ട്, ആ ലൈനിൽ കൂടെ ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ ഹോൾസ് ഉണ്ട് ഇവിടെ, കാണാമല്ലോ. ഈ ഹോൾസിലൂടെ നമ്മളിതിനെ ഇങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങനെ നൂല് വന്നോളൂ. അപ്പം നമ്മൾ വലത്തേക്ക് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങോട്ട് വേണം ഉണ്ടോ തിരിയുന്നുണ്ടോ, ഈ സൈഡിലോട്ട് മാത്രം വേണം തിരിക്കാൻ. ഓപ്പോസിറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ത്രെഡ് കട്ടാകും, അതുപോലെ നൂല് കുരുങ്ങും, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ സൈഡിലോട്ട് മാത്രം ഇതിങ്ങനെ വലിക്കുമ്പോൾ വരണം. അതാണ് ബോബിൻ കേസിൻ്റെ ത്രെഡ് ഇടുന്ന രീതി, പ്രത്യേകം പഠിച്ചു വെക്കണം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ബോബിൻ കേസിൻ്റെ ഈ ക്ലിപ്പെ പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഹോൾസിലൂടെ വേണം ഷട്ടിലിനുള്ളിൽ അങ്ങോട്ട്. അവിടെ ഒരു കോലുണ്ട്, ഷട്ടിലിൽ ഒരു കമ്പിയുണ്ട്, ആ കമ്പിയിലോട്ട് നമ്മൾ ഈ ഹോൾസ് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഈ ഷട്ടിൽ ഈ ബോബിൻ കേസ് അതിലോട്ട് അടഞ്ഞ് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം ബോബിൻ കേസിൽ നിന്ന് ത്രെഡ് കറക്റ്റായിട്ട് മേലോട്ട് ഇത് വലിച്ചെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ആദ്യമായിട്ട് നൂല് കോർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം നീഡിലിട്ടിട്ടുണ്ടല്ലോ, ഓൾറെഡി നീഡിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ത്രെഡ് കൊണ്ടുപോയിട്ട് ഈ നീഡിലിനെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഈ ത്രെഡ് ഇങ്ങനെ ഇട്ടിട്ട് കണ്ടോ വലിച്ചിങ്ങനെ എടുക്കണം. വലിച്ചിങ്ങനെ എടുത്ത ശേഷം ബോബിൻ കേസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഇട്ട ശേഷം ഇങ്ങനെ ഇട്ടു. അതിനുശേഷം ഇതിൻ്റെ ഹോൾസ് ഉണ്ട്, ഇതിലൂടെ ഇങ്ങനെ ഇട്ടു. ഇനി ഇതിങ്ങനെ കണ്ടോ കറങ്ങുന്നത്, ശ്രദ്ധിച്ചാൽ കറങ്ങുന്നത്. അങ്ങനെ കറങ്ങണം.
അതിന് ശേഷം ത്രെഡ് ആവശ്യത്തിന് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് അതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ബോബിൻ കേസിൻ്റെ ഇതിൻ്റെ അടിയിലേക്ക് കൈകൊണ്ട് താഴേക്ക് ഇടണം. താഴേക്ക് ഇട്ട് കഴിയുമ്പോൾ ശ്രദ്ധിച്ചോ, ഒരു സൗണ്ട് വരും, ടിക് എന്നൊരു സൗണ്ട് വരും. ആ സൗണ്ട് വന്നാൽ മാത്രമാണ് നമ്മൾ വീല് കറക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നീഡിൽ ഒടിയും. അത് പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നീഡിൽ ഷട്ടിൽ ബോബിൻ കേസ് കറക്റ്റായിട്ട് പ്രസ് ആയില്ലെങ്കിൽ വീല് തിരിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ ഈ സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടാണ് വരേണ്ടത്. ആ വന്നാൽ മാത്രമാണ് നമുക്ക് വീല് തിരിച്ച് നീഡിൽ താത്താനോ എടുക്കാനോ പറ്റത്തുള്ളൂ. അപ്പം ഇതാ ഒന്നും കൂടെ കേൾപ്പിക്കാം, ഈ സൗണ്ട് കേൾക്കാമല്ലോ. അപ്പോൾ ആ സൗണ്ട് വന്നാൽ നമുക്ക് ഈ ഫ്രണ്ടിലെ നീഡിൽ ഉണ്ടല്ലോ, ഈ മേലത്തെ നീഡിൽ ഇങ്ങനെ പിടിച്ച ശേഷം ഇതിനെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഈ വീലുണ്ടല്ലോ, ഈ റൈറ്റ് സൈഡിലെ വീല് കൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ തിരിച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് ഈ നൂല് ഉണ്ടല്ലോ, ഈ നൂല് ഇവിടുന്ന് ഇങ്ങനെ കയറി വന്നോളും. കണ്ടോ വരുന്നേ, കണ്ടോ? 2 നൂലും കണ്ടോ? ഇത് അടിയിലത്തെ നൂലാണ്, ഇത് മേലത്തെ നൂലാണ്. അപ്പോൾ 2 നൂലുകളും നമ്മൾ ഇങ്ങോട്ട് കയറി വരും. അങ്ങനെ 2 നൂലിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ, പുറകിലത്തെ ഈ ഷട്ടിൽ പൊക്കിയിട്ട് ടെൻഷൻ പൊക്കുന്ന ഈ സാധനം ഇത് പൊക്കിയ ശേഷം ഇതിനെ ബാക്കിലോട്ട് ഇട്ട ശേഷം നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് ഇടണം. അത്രയാണ് നീഡിലിൽ ത്രെഡ് ഇടുന്ന രീതി. അത് നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കണം. കാരണം മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ത്രെഡുകൾ കറക്റ്റായിട്ട് സ്കൂൾ പിന്നിൽ നിന്ന് എടുത്ത് ഓരോ പോർഷനിൽ ഇട്ട്, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കുക. ഞാൻ ഈ കാണിച്ചു തന്ന പോലെ വീഡിയോയിൽ എങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് അറിയത്തില്ലാത്തവർ മെഷീൻ വീട്ടിലുള്ളവർ ഒന്ന് ഇട്ട് നോക്കുക. അതിന് ശേഷം നീഡിൽ നിന്ന് ഇവിടുന്ന് ഈ ആടുന്ന കമ്പിയിൽ നിന്ന് നേരിട്ട് നമ്മൾ കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവരണം? ഇവിടെ ഒരു ചെറിയ വളഞ്ഞിരിക്കുന്ന സ്ക്രൂ ഉണ്ട്, അതിൽ കയറ്റി അതിൽ നിന്ന് നമ്മൾ ഇവിടെ ഒരു കമ്പിയുണ്ട്, അതിലും കയറ്റിയ ശേഷം വേണം ഇവിടെ നീഡിലിൽ കയറ്റാൻ. എന്നിട്ട് വേണം ബോബിൻ കേസിൽ നിന്ന് ത്രെഡ് എടുത്തിട്ട് അതിൽ ഷട്ടിലിടാൻ. ത്രെഡ് എടുത്ത് ബോബിൻ കേസ് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് സൗണ്ട് വന്ന ശേഷം മാത്രമാണ് നമ്മൾ ഇതിനെ താത്തി നീഡിലിൽ ഈ മേലത്തെ ത്രെഡ് കയ്യിൽ പിടിച്ചിരിക്കണം, എന്നിട്ട് വലിക്കണം. വീല് തിരിച്ചാൽ മാത്രമാണ് അടിയിലത്തെ ത്രെഡ് മേലോട്ട് തന്നെ കയറി വരും. 2 ത്രെഡും കൂടെ എടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വേസ്റ്റ് ക്ലോത്ത് എടുത്ത് അതിനെ പതുക്കെ ഓരോ സ്റ്റിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ ഓക്കെ ആകും. ഇപ്പോൾ ഇതിന് വീല് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇതിൽ സ്റ്റിച്ച് ഇപ്പോൾ വീഴുന്നില്ല. അപ്പോൾ ഞാൻ പവർ മെഷീനിലാണ് ഇനി നെക്സ്റ്റ് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നമുക്ക് മെഷീൻ ചേഞ്ച് ആക്കാം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്ന ത്രെഡ് ഇടുന്ന വിധങ്ങൾ എല്ലാം മെഷീനിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതും. ഇനി ഒന്നുകൂടെ പറയാനുള്ളത്, നമ്മൾ ഓയിലിട്ട് കൊടുക്കണം. ഓയിലിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീന് ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഓയിലിട്ട് കൊടുക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഹെഡ്, ഇതിൻ്റെ സ്കൂൾ പിൻ ഉണ്ടല്ലോ, ഇവിടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കാം, ഇവിടെ ഇട്ട് കൊടുക്കാം. പിന്നെ കൊടുക്കേണ്ടത് ഇതിൻ്റെ ഈ കമ്പി ഉണ്ടല്ലോ, ഈ കമ്പിയുടെ ഇടയ്ക്കൊക്കെ ഓയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇവിടെയൊക്കെ ഓയിലിട്ട് കൊടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ നമ്മുടെ മെഷീൻ നല്ല വൃത്തിയായിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് വരും. ഇങ്ങനെ ഓയിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനിവിടെ ഒരു ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തും കുറച്ച് ഓയിലിട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഓയിൽ എല്ലാ ഭാഗത്തേക്കും കറങ്ങി നമ്മുടെ മെഷീൻ്റെ പാർട്സൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ഫ്രീ ആയിട്ട് വരും. ഇതിൻ്റെ എല്ലാ ജോയിൻറ്റുകളിലും ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ ടെൻഷൻ പൊക്കിയിട്ട് ഈ നീഡിലുണ്ടല്ലോ, ഈ നീഡിൽ പ്ലേറ്റ്, ഇതിന് പറയുന്ന നീഡിൽ പ്ലേറ്റ് എന്നാണ് പല്ല്. ഈ നീഡിൽ പ്ലേറ്റും ഇത് പൊക്കാൻ പറ്റും. ഇത് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ഇത് മാറ്റാം. ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഓയിലിട്ട് കൊടുക്കണം.
ഈ ഓയിലിട്ട് കൊടുത്ത് അതുപോലെ തന്നെ ഈ സ്ക്രൂ ഊരിയിട്ട് ഇവിടെ ക്ലീൻ ചെയ്യണം. മാസത്തിലോ 2 മാസം 1 മാസം കൂടുമ്പോൾ ഇത് നമ്മൾ അഴിച്ചിട്ട് ഈ സ്ക്രൂ ഉണ്ടല്ലോ ഇവിടെ, ഈ സ്ക്രൂ അഴിച്ചിട്ട് നമ്മളതിന് ക്ലീൻ ചെയ്യേണ്ടതാണ്. അഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്ക്രൂ ഉപയോഗിച്ച് രണ്ട് സ്ക്രൂ ഉണ്ടാവും 2 സൈഡിൽ. അതിൻ്റെ മുറുക്ക തിരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഊരിപ്പോരും. അപ്പം ഇത് നമുക്കിങ്ങനെ സ്ക്രൂ ഊരിയെടുക്കാവുന്നതാണ്. ഇതിങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഇതിങ്ങനെ മാറി വരും. ഉണ്ടോ? അതിനുശേഷം ഇവിടെ ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ നമ്മൾ നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഓയിലിട്ട് കൊടുക്കണം. ഓയിലിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മെഷീൻ നമുക്ക് തയ്ക്കാനായിട്ട് നല്ല ഈസി ആയിട്ട് വരും. അപ്പോൾ തയ്യലിനോട് നല്ല ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. തയ്യൽ പഠിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി ഒരു തയ്യൽ 1 രൂപ പോലും മുടക്കാതെ വീട്ടിലിരുന്ന് തയ്യൽ പഠിച്ച് നല്ല ബിസിനസ് തുടങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ഈ വീഡിയോ ഓരോ ദിവസവും ഞാൻ ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവനായി കാണുക. നമ്മൾ ഓയിൽ ഇങ്ങനെ കൊടുക്കുക, എല്ലായിടത്തും അത്യാവശ്യം ഓയിൽ കൊടുക്കുക. ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എല്ലാ ഭാഗങ്ങളിലും ഓയിൽ എല്ലാ ഭാഗത്തും കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഇത് പൊക്കണം. ഈ മെഷീൻ പൊക്കാൻ പറ്റും. അപ്പോൾ ഈ മെഷീൻ പതുക്കെ നമ്മൾ കയ്യിലൊന്നും വീഴാതെ പതുക്കെ നമുക്ക് ഇങ്ങനെ ചെരിച്ച് വെക്കാനായിട്ട് പറ്റും. കണ്ടോ? ഇങ്ങനെ ചെരിച്ച് വെക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഓയിൽ കൊടുക്കാൻ പറ്റും.